സാമീപ്യം മതിയാകുന്നില്ലേ ഈ സ്നേഹം കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി ഇതിലും വലുതായി വേറെന്തുള്ളൂ ഇതിലും വലുതായി വേറെന്തുള്ളൂ ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേയ മാർവിൽ നിന്നും പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേയ മാർവിൽ നിന്നും പിരിയില്ലിനിയും മരണം വരെയും പിരിയില്ലിനിയും മരണം വരെയും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരാ
ശമൂവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ചും വന്നു. ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചതായ ഒരു കാര്യമല്ല, ചില നാളുകൾ കൊണ്ട് സംഭവിച്ച ഒരവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാവീദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വനാന്തരങ്ങളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. ഇശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദ്. എന്നാൽ ശൗലിനെ സംബന്ധിച്ചോ, അദ്ദേഹം ഇസ്രായേലിലെ രാജാവായിരുന്നു. അങ്ങനെ രാജാവായ ആ ശൗലിൻ്റെ ഗൃഹത്തിന് സംഭവിച്ചത് എന്താണ്? ആ ഗൃഹം ക്ഷയിച്ചു വന്നു എന്നെഴുതിയിരിക്കുന്നു. അത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ഈ 2 ഗൃഹങ്ങളും നാം നോക്കുമ്പോൾ ഒരു ഗൃഹം ബലം കൂടിക്കൂടിയും മറ്റേ ഗൃഹം ക്ഷയിച്ചും വരാനിടയായ കാരണം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ശൗലിൻ്റെ ഗൃഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ശൗൽ. വാസ്തവത്തിൽ ശൗലിനെ 40 ആണ്ടേക്ക് ഭരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഇസ്രായേലിന് കൊടുത്തത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം അത് വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. 40 ആണ്ട് ഭരിക്കുന്നതിന് വേണ്ടി ദൈവം ഇസ്രായേലിന് സമ്മാനിച്ച ഈ രാജാവ് വാസ്തവത്തിൽ എത്ര നാളാണ് ഭരിച്ചത്? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി അവിടെയുണ്ട്. അതിങ്ങനെയാണ്: ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു എന്നെഴുതിയിരിക്കുന്നു. നോക്കുക, 40 ആണ്ടേക്ക് ഭരിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത ശൗൽ രാജാവ് കേവലം 2 വർഷങ്ങൾ മാത്രമേ ഭരിക്കുവാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരു വസ്തുതയാണ്. 40 ആണ്ട് ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ അവൻ ഇരിക്കാമായിരുന്നു. അവൻ രാജാവായി ആ 40 ആണ്ട് ഭരണം നടത്താമായിരുന്നു. എന്നാൽ 2-ാം വർഷം തന്നെ അവനെ രാജാസനത്തിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. ആ ചരിത്രം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവനിയോഗത്താൽ രാജാവായ ശൗൽ ദൈവഹിതത്തെ മാനിക്കാതെ, ദൈവ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് കാണുവാൻ കഴിയും. മാത്രമല്ല, അതേ തുടർന്ന് അവൻ്റെ ഗൃഹം ക്ഷയിച്ചു വരികയാണ്. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവത്തെ മറുതലിച്ചു പോയതുകൊണ്ട്, ദൈവഹിതത്തിന് വഴിപ്പെടാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തൻ്റെ കുടുംബത്തെ നയിച്ചതുകൊണ്ട് തൻ്റെ കുടുംബം ക്ഷയിച്ചു വന്നു. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ശൗൽ രാജാവ് പട്ടുപോയി. മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് നാം നോക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും വലിയ തകർച്ച നേരിടുന്നതായി നാം കാണുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആലോചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, ഒരു കാലത്ത് വളരെ ഔന്നത്യത്തിൽ കഴിഞ്ഞിരുന്ന അനേക കുടുംബങ്ങൾ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയതായി കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ധാരാളം കുടുംബങ്ങൾ, അവർ ആത്മീയമായി നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന പിതാക്കന്മാരുടെ കാലത്തെ അവഗണിച്ചിട്ട് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുടുംബങ്ങളെ നയിച്ചു കൊണ്ടുവന്നത് നിമിത്തം ദൈവം അവരെ തള്ളിക്കളഞ്ഞത് മൂലമുണ്ടായ തകർച്ച അനേക കുടുംബങ്ങളിൽ ദൃശ്യമാണ് ഈ കാലത്ത്. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ക്ഷയിച്ച് വന്നിരിക്കുന്നു. പിതാക്കന്മാരുടെ കാലത്ത് വളരെ അഭിവൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന, വളരെ ഔന്നത്യത്തിൽ കഴിഞ്ഞിരുന്ന, ആത്മീയമായും ഭൗതികമായും
അനേക നന്മകൾ അനുഭവിച്ചിരുന്ന കുടുംബങ്ങൾ പിൽക്കാലത്ത് വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞു പോയതായ ചരിത്രം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നേർക്കാഴ്ചയായി നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഏറ്റവും താണ നിലയിൽ കഴിഞ്ഞിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. താൻ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടിനെ പിടിച്ചുകൊണ്ടുപോയ സിംഹത്തെയും കരടിയെയും താൻ അടിച്ചു കൊന്ന് അവയുടെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചത്. ആ സിംഹവും കരടിയും ദാവീദിന്റെ നേരെ വന്നപ്പോൾ അവൻ ഭയലേശമന്യേ അതിനെ അടിച്ച് കൊന്നുകളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ പിന്നീട് ഓരോരോ ദിവസവും അവൻ ബലം കൂടിക്കൂടി വരുന്ന ഒരു വ്യക്തിയായി തീരുകയായിരുന്നു. അങ്ങനെയാണ് ഗോലിയാത്തിനെ തന്നെ ദാവീദ് കൊന്നുകളഞ്ഞത്. പിന്നീടുള്ള ഓരോ ദിവസവും ദൈവം ദാവീദിനെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. കാരണം ദാവീദ് ദൈവത്തെ മാനിച്ചിരുന്നു, ദൈവത്തെ സ്നേഹിച്ചിരുന്നു, ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇസ്രായേലിലെ രാജാസനത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. രാജാസനത്തിൽ വന്നപ്പോഴും ദാവീദ് ഏറ്റവും താഴ്മയുള്ളവനായിരുന്നു. ദൈവസന്നിധിയിൽ ചെന്ന് താൻ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ദൈവം മുൻപാകെ ഒരു എളിമയും വിനയവും താഴ്മയും ഒക്കെ ഉള്ളവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത്, ദൈവം ഉയർത്തുന്നത്. നാം വായിക്കുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. അതുകൊണ്ട് ദൈവം മുൻപാകെ ആര് സ്വയം താഴുന്നുവോ അവരെ ദൈവം ഉയർത്തുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവരുടെ കുടുംബങ്ങളെ ദൈവം ഉയർത്തുന്നു. ദൈവത്തെ ആര് പിൻചെല്ലുന്നുവോ, ദൈവത്തിൽ ആശ്രയിക്കുന്നത് ആരാണോ അവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്, അവർക്കാണ് ബലം ലഭിക്കുന്നത്. 84-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെയാണ് പറയുന്നത്: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവിൽ ബലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ബലമാണ് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് കോരഹപുത്രന്മാർ പറയുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാം ബലമില്ലാത്തവരായിരിക്കാം. ശാരീരികമായോ മാനസികമായോ മറ്റു ഭൗതിക തലങ്ങളിലോ ഒക്കെ നാം ബലഹീനരായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ബലം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. അവൻ എത്ര ബലഹീനനായിരുന്നാലും അവനെ ദൈവം ശക്തീകരിച്ച് സാവധാനത്തിൽ അവനെ വലിയ ബലശാലിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദൈവസന്നിധിയിൽ നിന്ന് ആര് മാറിപ്പോകുന്നുവോ അവരുടെ ബലം ക്ഷയിച്ച് വരുന്നു, അവരുടെ കുടുംബം തന്നെ ക്ഷയിച്ച് ഇല്ലാതെയാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് വലിയവനായ ദൈവത്തോട് ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എവിടേക്കാണ് ചെല്ലേണ്ടുന്നത്? അപ്പോൾ വലിയവനായ ദൈവം ദാവീദിനോട് പറയുകയാണ്, നീ ഹെബ്രോനിലേക്ക് ചെല്ലുക. ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൂട്ടായ്മ എന്നാണ്. അങ്ങനെ ദാവീദ് ഹെബ്രോനിലേക്ക് ചെന്നു. ആ ഹെബ്രോനിലേക്ക് ചെന്നപ്പോൾ മുതൽ അവൻ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു എന്നാണ്. ദാവീദിന് അനുഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് ലഭിക്കുകയാണ്. എപ്പോൾ? ഹെബ്രോനിലേക്ക് ചെല്ലുമ്പോൾ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ, സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമുക്കെന്തെല്ലാം സുഖസൗകര്യങ്ങൾ നാം അനുഭവിക്കുന്നുവെങ്കിലും, ഏതെല്ലാം നിലകളിൽ നാം സ്വാധീനമുള്ളവരായിരുന്നാലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിനക്ക് ബലം കൂടിക്കൂടി വരും, നിന്റെ കുടുംബത്തിൻ്റെ ബലം വർദ്ധിച്ച് വരും. അല്ലാത്ത പക്ഷം കുടുംബം ക്ഷയിച്ചു പോകും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ഓരോരുത്തരെയും ചിന്തിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസവും
കർത്താവുമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ ബന്ധവുമാണ്. ആ കൂട്ടായ്മ ബന്ധത്തിൽ തുടർമാനമായി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ബലം കൂടിക്കൂടി വരുന്നവരായി അനുഗ്രഹീതരായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും ശൗലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിത്തം, ദൈവത്തെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരണമായി താൻ നീങ്ങിയത് നിമിത്തമായി ശൗൽ രാജാവ് മരിച്ചുവെന്ന് മാത്രമല്ല, ശൗലിൻ്റെ കുടുംബമാകമാനം ക്ഷയിച്ച് വന്നു എന്ന് ഞങ്ങൾ കാണുകയായിരുന്നു. എന്നാൽ കർത്താവെ, ദാവീദിനെ അവിടുന്ന് അനുഗ്രഹിച്ച വിധങ്ങൾ ഞങ്ങൾ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. അവിടുത്തെ സന്നിധിയിലുള്ള അടിയുറച്ച വിശ്വാസവും അവിടുത്തെ സന്നിധിയിലുള്ളതായ സമർപ്പണവും അവിടുത്തോടുള്ള കൂട്ടായ്മ ബന്ധവും ഞങ്ങളെ എത്രമാത്രം ഉയർത്തുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുത്തെ സന്നിധിയുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൽ തുടരുവാനും ആ നിലയിൽ ആ കൂട്ടായ്മ ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും അവരുടെ കുടുംബങ്ങളെല്ലാം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തുടരുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല മാനവും മഹത്വവും അവിടുത്തെ മുൻപാകെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ.